Good morning, students. So we are moving to a new lesson, that is human nervous system. So everybody know, in every organism there is a control and coordination system. ഏതൊരു ശരീരത്തിനകത്തും ധാരാളം സിസ്റ്റംസ് ഉണ്ട്. നമ്മളത് പഠിച്ചു. ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, ലോക്കോമോട്ടീവ് സിസ്റ്റം, ലോട്ട് ഓഫ് സിസ്റ്റംസ് ആണ്. ഈ സിസ്റ്റം മുഴുവനും കൺട്രോൾ ചെയ്തിട്ട് ഒറ്റൊരു യൂണിറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഓരോ ബോഡിയിലും ദർ ഇസ് എ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ സിസ്റ്റം. ഹയർ ഓർഗാനിസത്തിൽ പ്രധാനമായിട്ട് രണ്ട് തരം കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ സിസ്റ്റമാണുള്ളത്. വൺ ഈസ് കോൾഡ് ന്യൂറൽ സിസ്റ്റം ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൾഡ് endocrine system. There is two types of controlling system, neural coordination as well as chemical coordination. ഈ കെമിക്കൽ കോർഡിനേഷൻ ആണ് ഞാൻ നേരത്തെ എൻഡോക്രൈൻ സിസ്റ്റം ആയിട്ട് പറഞ്ഞത്. അത് നമ്മൾ അടുത്ത ചാപ്റ്റർ പഠിക്കും. ഓക്കെ, ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് നോക്കാം. ഹ്യൂമൻ നെർവസ് സിസ്റ്റം മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു ടു. വൺ ഈസ് കോൾഡ് സെൻട്രൽ നെർവസ് സിസ്റ്റം, CNS. ഇനി എങ്ങനെയാണ് പറയുക? പെരിഫറൽ നെർവസ് സിസ്റ്റം, PNS. The central nervous system contains mainly two things. One is brain as well as spinal cord, and the peripheral nervous system contains other two things. One is called somatic neural system and autonomous neural system. നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ബ്രെയിൻ. യു നോ ബ്രെയിൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ. എവറിബഡി നോ. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻ ക്രേനിയൽ ക്യാവിറ്റി. തലയോട്ടിക്കകത്താണ് ബ്രെയിൻ കിടക്കുന്നത്. It has three-layered connective tissue membrane called meningeal cranial meninges. തലയോട്ടിക്കകത്ത് തലച്ചോറിന് പോകുന്നതുകൊണ്ട് 3 ലെയറിലെ മെംബ്രെയിൻസ് ഉണ്ട്. ദാറ്റ് മെംബ്രെയിൻ ഈസ് കോൾഡ് ക്രേനിയൽ മെനിഞ്ചസ്. അതിന് 3 ലെയർ ഉണ്ട്. ഔട്ടർ ഡ്യൂറാ മാറ്റർ, മിഡിൽ അരാക്നോയിഡ് മാറ്റർ ആൻഡ് ഇന്നർ പയമാറ്റർ. ബ്രെയിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് അല്ലെങ്കിൽ മെംബ്രെയിനാണ് പയമാറ്റർ. മിഡിലിൽ കാണുന്ന അരാക്നോയിഡ് മാറ്റർ, ഏറ്റവും പുറത്ത് ഡ്യൂറാ മാറ്റർ. നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഈ ലെയേഴ്സിന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ദി സബ് അരാക്കനോയിഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ സ്പേസ് ബിറ്റ്വീൻ പയമാറ്റർ ആൻഡ് അരാക്കനോയിഡ് മാറ്റർ ഈസ് ഫിൽഡ് വിത്ത് എ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, CSF. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദ വെൻട്രിക്കിൾസ് ഓഫ് ദി ബ്രെയിൻ ആർ ഓൾസോ ഫിൽഡ് വിത്ത് CNS. ബ്രെയിൻ്റെ അകത്തും ഇതേപോലെ അറകളുണ്ട്. അറകൾക്കകത്തും ഇതേ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നു. ബ്രെയിൻ്റെ അകത്തുള്ള അറകളെയാണ് വെൻട്രിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ബ്രെയിൻ ഹ്യൂമൻ ബ്രെയിൻ നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചതുപോലെ അല്ല. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ചെറിയ വ്യത്യാസം കാണാൻ വേണ്ടി പറ്റും. ഹ്യൂമൻ ബ്രെയിൻ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഫോർ ബ്രെയിൻ, പ്രോസെൻസിഫലോൺ എന്ന് പറയും. മറ്റൊന്ന് മിഡ് ബ്രെയിൻ, മീസെൻസിഫലോൺ എന്ന് പറയും. മറ്റൊന്ന് ഹിൻ ബ്രെയിൻ ഓർ ഹൈൻ ബ്രെയിൻ, റോംബെൻസിഫലോൺ എന്ന് പറയും. ഓക്കെ, ബ്രെയിനിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ, നല്ലൊരു പിക്ചറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്തുള്ള കുറേ ടേംസൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ലോവർ ക്ലാസ്സിൽ പഠിച്ച ഓർമ്മയുണ്ട്. അപ്പം സെറിബ്രം, തലാമസ്, ഓക്കെ, ഹൈപ്പോതലാമസ്, ഇതെല്ലാം ചേർന്നതാണ് ഫോർ ബ്രെയിൻ. പിന്നെ മധ്യഭാഗത്ത് വരുന്നതാണ് മിഡ് ബ്രെയിൻ. പിന്നെ ഏറ്റവും അടിയിൽ വരുന്നതാണ് ഹിൻ ബ്രെയിൻ ഓർ ഹൈൻ ബ്രെയിൻ, പോൺസ്, മിഡിൽ ഓബ്ലോങ്കേറ്റ, സെറിബെല്ലം, ഓക്കെ, സെറിബ്രൽ കോർട്ടെക്സ്, അങ്ങനെയൊക്കെയുള്ള ചില ടേംസ് വരുന്നത്. നമ്മളതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകും. ഫസ്റ്റ് ഓഫ് ഓൾ, ഫോർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ പ്രോസെൻസിഫലോൺ. ഇറ്റ് is the anterior part of the brain. It consists of cerebrum, diencephalon എന്ന് പറഞ്ഞാൽ 2 ഭാഗമുണ്ട് അതിനകത്ത്, തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. സോ ദിസ് ഈസ് ദി സെറിബ്രൽ പാർട്ട്. 2/3 ഓഫ് ദ ബ്രെയിൻ കോൺസ്റ്റിറ്റ്യൂട്ട് ദി സെറിബ്രം. ഓക്കെ, ദെൻ ഡയൻസിഫലോൺ എന്ന് പറഞ്ഞാൽ അകത്തുള്ള ഭാഗമാണ്. അകത്തുള്ള ഭാഗത്തിൽ 2 പോർഷനാണ്. നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി പറ്റൂ. ഓക്കെ, so for brain, prosencephalon, largest part, it has 2 cerebral hemisphere. ബ്രെയിനിന് 2 പകുതികളുണ്ട് അല്ലേ. നടുക്കുള്ളൊരു കുഴി കൊണ്ട് ബ്രെയിൻ 2 ഹാഫായിട്ട് മറക്കും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സെറിബ്രൽ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഹോൾഡ് ടുഗദർ. ഈ സെറിബ്രൽ ഹെമിസ്ഫിയർ നടുക്ക്, അതായത് ഇങ്ങനെ ബ്രെയിനെ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു സെറിബ്രൽ ഹെമിസ്ഫിയർ, ഇത് മറ്റേ പകുതി, മറ്റേ സെറിബ്രൽ ഹെമിസ്ഫിയർ. രണ്ടിനും കൂടെ ചേർത്തുകൊണ്ട് മധ്യഭാഗത്തൊരു ബ്രിഡ്ജ് ഉണ്ട്. ദാറ്റ് ബ്രിഡ്ജ് ഈസ് കോൾഡ് corpus callosum, held together by a tract of nerve fibers called corpus callosum. Okay, so this is the corpus callosum and larger portions. Okay, നല്ല പിക്ചേഴ്സാണ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്നത്. സോ ഫോർ ബ്രെയിൻ്റെ പ്രോസെൻസിഫലോണിൻ്റെ സെറിബ്രത്തെ കുറിച്ചാണ് പറയുന്നത്. ഔട്ടർ പാർട്ട് ഓഫ് ദി സെറിബ്രം ഈസ് കോൾഡ് സെറിബ്രൽ കോർട്ടെക്സ്. നേരത്തെ കാണിച്ചു തന്നു ഇതിൻ്റെ പുറം ഭാഗം. ഓക്കെ, ദി ഇന്നർ പാർട്ട് ഈസ് കോൾഡ് ആൻഡ് ഇറ്റ് ഹാസ് കൺവല്യൂഷൻസ്. സെറിബ്രൽ കോർട്ടക്സിനകത്ത് കുറേ മടക്കുകളും ചുളിവുകളും കാണും. കൺവല്യൂഷൻസ് ആൻഡ് ഡിപ്രഷൻസ് ഇസ് ഫോംഡ് ഓഫ് ഗ്രേ മാറ്റർ. ഗ്രേ കളർ ഈസ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ന്യൂറോൺ സെൽ ബോഡീസ്. The inner part is formed of white matter.
സെറിബ്രത്തിൻ്റെ പുറം ഭാഗം ഗ്രേ മാറ്ററും സെറിബ്രത്തിൻ്റെ ഉൾഭാഗം വൈറ്റ് മാറ്ററുമാണ്. സെറിബ്രത്തിൻ്റെ പുറം ഭാഗത്തെ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്നു. സെറിബ്രത്തിൻ്റെ ഉൾഭാഗത്തെ സെറിബ്രൽ മെഡുല എന്ന് പറയും. ഓക്കെ. So the cerebral cortex consists of motor area, sensory area, association area. സെറിബ്രത്തിൻ്റെ കോർട്ടെക്സിലെ 3 പ്രധാനപ്പെട്ട ഏരിയാസ് ഓഫ് ഫങ്ഷണൽ ഏരിയാസ് കാണാം. വൺ ഈസ് കോൾഡ് മോട്ടോർ ഏരിയ, സെക്കൻഡ് വൺ ഈസ് കോൾഡ് സെൻസറി ഏരിയ, തേർഡ് വൺ ഈസ് കോൾഡ് അസോസിയേഷൻ ഏരിയ. പഠിച്ചോളണം. മോട്ടോർ ഏരിയ എന്ന് പറഞ്ഞാൽ കൺട്രോൾസ് വോളണ്ടറി മൂവ്മെൻറ്റ് ഓഫ് ദ മസിൽസ്. ഓക്കെ. ദെൻ സെൻസറി ഏരിയ എന്ന് പറയുന്നത് സൊമാസ്തെറ്റിക് ഏരിയ എന്ന് പറയും. സൊമാസ്തെറ്റിക് ഏരിയ കൺട്രോൾസ് ദ ഫങ്ഷനിങ് ഓഫ് ദ സെൻസ് ഓർഗൻസ്. അസോസിയേഷൻ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നൈദർ ക്ലിയർലി സെൻസറി നോർ മോട്ടോർ ഇൻ ഫങ്ഷൻ, റെസ്പോൺസിബിൾ ഫോർ ദ ഇൻ്റർ സെൻസറി അസോസിയേഷൻസ്, മെമ്മറി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. ഇതൊക്കെയാണ് ആ ഭാഗം ചെയ്യുന്നത്. ഇത് ബ്രെയിനിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഭാഗമാണ്. അതിന് മോട്ടോർ ഏരിയ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. മോട്ടോർ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നതാണ്. സെൻസറി ഏരിയ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് സെൻസ് ഓർഗൻസുമായി ബന്ധപ്പെട്ട് സെൻസ് ചെയ്യാനുള്ള സാധനമാണ്. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സംഗതികളെയും തമ്മിൽ കോർഡിനേറ്റ് ചെയ്യുന്ന പാർട്ടും കൂടിയാണ് അസോസിയേഷൻ ഏരിയ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് ദി ബ്രെയിൻ. ദെൻ cerebrum again. Integrated activities of the different centers of the cerebral cortex control the intelligence, memory, judgment, learning, thinking and articulate speech. ബ്രെയിനിൻ്റെ വിവിധ ഭാഗങ്ങളുടെ ഏകോപനം വഴിയാണ് നമുക്ക് എന്താ നടക്കുന്നത്? ഇൻ്റലിജൻസ്, ബുദ്ധി ഉണ്ടാവുന്നത്, മെമ്മറി ഉണ്ടാവുന്നത്, ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുന്നത്, ലേണിംഗ് ഉണ്ടാവുന്നത്, തിങ്കിങ് ഉണ്ടാവുന്നത് ആൻഡ് ആർട്ടിക്കുലേറ്റ് സ്പീച്ച്, സംസാരിക്കാൻ പോലും പറ്റുന്നത് ബ്രെയിനിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ പ്രവർത്തനം മൂലമല്ല, വ്യത്യസ്ത ഭാഗങ്ങളുടെ കോർഡിനേറ്റ് ചെയ്ത പ്രവർത്തനം മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ. നൗ ഫോർ ബ്രെയിനിൽ അടുത്ത ഭാഗമാണ് ഡയൻസിഫലോൺ. ഡയൻസിഫലോണിന് 2 ഭാഗമുണ്ടെന്ന് പറഞ്ഞാൽ തലാമസ്. ഇറ്റ് ഈസ് ദ സ്ട്രക്ചർ അറൗണ്ട് വിച്ച് ദ സെറിബ്രം റാപ്സ്. ഈ തലാമസിൻ്റെ ചുറ്റുമാണ് സെറിബ്രം ശരിക്കും കിടക്കുന്നത്. അപ്പോൾ തലാമസ് അതിൻ്റെ ഏകദേശം ഒരു സെൻട്രൽ പാർട്ടാണ് തലാമസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇറ്റ് ഈസ് കോർഡിനേറ്റിംഗ് സെൻറ്റർ, റിലേ സ്റ്റേഷൻ ഫോർ സെൻസറി ആൻഡ് മോട്ടോർ ഇമ്പൾസസ്. സെൻസറി മോട്ടോർ ഇമ്പൾസുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു റിലേ സ്റ്റേഷനാണ് ശരിക്കും തലാമസ് എന്ന് പറയുന്നത്. സോ വൺ ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് പോർഷൻ. തലാമസ് ഓഫായി കഴിഞ്ഞാൽ പിന്നെ ബ്രെയിനിലേക്ക് ഒരു ഇമ്പൾസ് എത്തില്ല, ബ്രെയിനിന് തിരിച്ചൊരു ഇമ്പൾസും പോവില്ല. തലാമസ് ഓണായി കഴിഞ്ഞാൽ മാത്രമേ. അപ്പോൾ ശരിക്കും ഉറങ്ങുന്ന സമയത്ത് ശരിക്കും തലാമസ് ഒരുവിധം ഓഫായി കിടക്കും. അതുകൊണ്ടാണ് നമുക്ക് മറ്റ് ഭാഗങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ കേൾക്കാതെയൊക്കെ സാധിക്കുന്നത്. ദെൻ ഹൈപ്പോതലാമസ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ തലാമസിന് തൊട്ട് താഴെയുള്ള ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇറ്റ് സീംസ് ബിലോ ദ തലാമസ്. ഫങ്ഷൻസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, പഠിച്ചോളണം. തലാമസിൻ്റെ ഫംഗ്ഷൻ, ഹൈപ്പോതലാമസിൻ്റെ ഫംഗ്ഷൻ. തലാമസിൻ്റെ ഫംഗ്ഷൻ എന്താ വെച്ചാൽ പറഞ്ഞു, ഇറ്റ്സ് എ റിലേ സ്റ്റേഷൻ. ഹൈപ്പോതലാമസിൻ്റെ ഫംഗ്ഷൻ 4 പറയുന്നത്. ഇറ്റ് റെഗുലേറ്റ് ദ ടെമ്പറേച്ചർ, തേഴ്സ്റ്റ്, ഹങ്കർ ആൻഡ് ഇമോഷൻസ്. സെക്രീറ്റ് ഹൈപ്പോതലാമിക് ഹോർമോൺസ്. കൺട്രോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്സ്. കൺട്രോൾ സ്ലീപ്പ്, വേക്ക്ഫുൾനെസ്, ഉണർന്നിരിക്കുക, ബ്ലഡ് പ്രഷർ ആൻഡ് ഹാർട്ട് റേറ്റ്. ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഏരിയയും കൂടിയാണ് ഹൈപ്പോതലാമസ്. ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് പോർഷൻസ്. പ്രോസെൻസെഫലോണിലെ അടുത്ത ഭാഗങ്ങൾ. ദ ഇന്നർ പാർട്ട് ഓഫ് ദ സെറിബ്രൽ ഹെമിസ്ഫിയർ ആൻഡ് ദ ഗ്രൂപ്പ് ഓഫ് അസോസിയേറ്റഡ് ഡീപ് സ്ട്രക്ചേഴ്സ് ലൈക്ക് അമഗ്ഡൈല, ഹിപ്പോകാമ്പസ് ആൻഡ് ഹൈപ്പോതലാമസ് എക്സെട്ര ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് ലിംബിക് സിസ്റ്റം ഓർ ലിംബിക് ലോബ്. ഈ ബ്രെയിനിൽ ഇത്രയും നേരം പറഞ്ഞത് കൂടാതെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടിയുണ്ട്. ദാറ്റ് ഈസ് സെറിബ്രത്തിൻ്റെ ഏറ്റവും ഇന്റീരിയർ ഭാഗത്ത് കാണുന്ന ഒരു സ്ട്രക്ചറാണ് അമഗ്ഡൈല. ഓക്കെ. ഇതെവിടെ കാണാം നമുക്ക് അമഗ്ഡൈല. അതിൻ്റെ കൂടെ കടൽക്കുതിരയുടെ ഷേപ്പിലൊരു സ്ട്രക്ചർ കാണാം. ദാറ്റ് ഈസ് ഹിപ്പോകാമ്പസ്. ഇവിടെ ചിത്രത്തിൽ കാണാം ഹിപ്പോകാമ്പസ്. പിന്നെ നേരത്തെ പറഞ്ഞ ഹൈപ്പോതലാമസ് തുടങ്ങിയവ ചേർന്നുകൊണ്ട് ഒരു സിസ്റ്റം ഇവിടെ ഫോം ചെയ്തിരിക്കുന്നു. ദിസ് സിസ്റ്റം ഈസ് കോൾഡ് എ ലിംബിക് സിസ്റ്റം. ഈ ലിംബിക് സിസ്റ്റം നമ്മുടെ സെക്ഷൽ ബിഹേവിയറിനെ, മോട്ടിവേഷനെ, ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന സ്ട്രക്ചറാണ്. ഇപ്പോൾ ഒരാൾ ഒരു വ്യക്തിത്വ വികസന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് അവരുടെ ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യുന്നത് ഈ ലിംബിക് സിസ്റ്റത്തിലാണ് അയാളുടെ ക്ലാസ് എഫക്റ്റ് ചെയ്യുക. അതുവഴി നമുക്ക് ചില പെരുമാറ്റങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ. നമ്മുടെ പേഴ്സണാലിറ്റി ഡിസൈൻ ചെയ്യുന്നതിലടക്കം ഈ ലിംബിക് സിസ്റ്റത്തിന് ഭയങ്കരമായിട്ടുള്ള റോളുണ്ട്. ഓക്കെ. Then midbrain, middle part, mesencephalon. It is associated between thalamus as well as hypothalamus and pons. It is located. A canal, cerebral aqueduct
പാസസ് ത്രൂ ദി മിഡ് ബ്രെയിൻ. മിഡ് ബ്രെയിനകത്തൂടെ ഒരു സെറിബ്രൽ അക്യുഡക്റ്റ് എന്ന് പറയുന്ന ഒരു കനാല് പോകുന്നുണ്ട്. നമുക്കിവിടെ കാണാം മീസെൻസിഫ്ലോൺ, ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് മീസെൻസിഫ്ലോൺ വരുന്നത്. ഓക്കെ, മിഡ് ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് 4 റൗണ്ട് ലോബ്സ് കോൾഡ് corpora quadrigemina. So this is, you can see the corpora quadrigemina. Their anterior pair is the center of visual reflex and the posterior pair is the center of auditory reflex. നമുക്ക് ഈ കോർപ്പോറോ ക്വാഡ്രിജമിന എന്ന് പറയുന്നതിനകത്ത് 4 ലോബ് കാണാം. അതിൽ ആൻറ്റീരിയർ ആയിട്ടുള്ള 2 ലോബ് കാഴ്ചയുമായി ബന്ധപ്പെട്ടതും പോസ്റ്റീരിയർ ആയിട്ടുള്ള 2 ലോബ് കേൾവിയുമായിട്ട് ബന്ധപ്പെട്ടതുമാണ്. കാഴ്ചയുമായി ബന്ധപ്പെട്ട റിഫ്ലക്സ്, കേൾവിയുമായി ബന്ധപ്പെട്ട റിഫ്ലക്സ്, അതിനെ കൺട്രോൾ ചെയ്യുന്നതാണ് കോർപ്പോറോ ക്വാഡ്രിജമിന. ഇപ്പോൾ അണ്ടർസ്റ്റാൻഡ്, മിഡ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് സെറിബ്രൽ അക്വിഡക്റ്റ് എന്ന് പറഞ്ഞ കുഴൽ, അതിനകത്ത് സെറിബ്രത്തിന് മധ്യഭാഗത്തോട്ട് പോകുന്നൊരു കുഴൽ, കനാൽ. അതുപോലെ അതിനകത്തും ശരിക്കും നമുക്ക് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് കാണാം. രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് കോർപ്പോറ ക്വാഡ്രിജെമിന എന്ന് പറയുന്ന 4 റൗണ്ട് പോർഷനാണ്. അതിനകത്ത് ആദ്യത്തെ 2 പിന്നെ കാഴ്ചയെയും രണ്ടാമത്തെ 2 കേൾവിയുടെയും റിഫ്ലക്സിനെ കൺട്രോൾ ചെയ്യുന്ന സംഗതിയാണ്. റിഫ്ലക്സ് എന്താണെന്ന് പിന്നീട് പറയാം. Then hindbrain, rhombencephalate അടിവശം, that consists of cerebellum, pons, medulla oblongata. Cerebellum, pons, medulla oblongata. Midbrain and hindbrain forms the brain stem. ഈ മിഡ്ബ്രെയിനും അടിവശത്തുള്ള ബ്രെയിനിൻ്റെ പോർഷനും കൺസിസ്റ്റ് ഓഫ് ദി ബ്രെയിൻ സ്റ്റം എന്ന് പറയും. Cerebellum. Cerebellum is otherwise called the little brain. It is very convoluted surface to accommodate more neurons. It's coordinate muscular activities and body equilibrium. ശരീരത്തിൻ്റെ തുലനാവസ്ഥ ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട റോൾ നിർവഹിക്കുന്നതാണ് സെറിബെല്ലം. ചിലപ്പോൾ സെറിബെല്ലത്തിൻ്റെ ഫംഗ്ഷൻ മാത്രം ചോദിക്കാം. ചെറിയ ബ്രെയിൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. ശരീരത്തിൻ്റെ തുലനാവസ്ഥ, ബാലൻസിങ് കൺട്രോൾ ചെയ്യുന്നു. ദെൻ പോൺസ്. പോൺസ് എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് ഫൈബേഴ്സ് ട്രാക്ട് ഇൻ്റർകണക്ട് ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ദ ബ്രെയിൻ. ഈ പോൺസ് എന്ന് പറയുന്ന ഭാഗം മറ്റ് ബ്രെയിനിൻ്റെ മറ്റു ഭാഗങ്ങളുമായിട്ടും കൺട്രോൾ ചെയ്യുന്നു. It coordinates the activities of the eyes and ear and regulate respiration. നമ്മുടെ പോൺസിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നമ്മുടെ കണ്ണിൻ്റെയും ചെവിയുടെയും പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം തന്നെ റെസ്പിറേഷനെ കൂടെ അത് കൺട്രോൾ ചെയ്യുന്നു. പോൺസ്. Then medulla oblongata, it's very important but connected to the spine.